അത് അതിന് കാർബറേറ്റർ ഈ പൾസർ മോഡൽ കാർബറേറ്റർ വരുമ്പോൾ അതിന് എഥനോള് വിഷയമാണ്. വെച്ചാൽ അതിൻ്റെ ഓട്ടോ ഇതാവും. പിന്നെ വെച്ചാൽ അതിന് മറ്റുള്ള മറ്റേ പെട്രോളിനെ അപേക്ഷിച്ച് ഇതിന് കാർബൺ കൂടുതലാണ്. പെട്ടെന്ന് വണ്ടീൻ്റെ കംപ്രഷൻ വീക്കായിട്ട് കാർബൺ നിറഞ്ഞിട്ട് കംപ്രഷൻ വീക്കാകാൻ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ പെട്രോളിന് ആ വിഷയമില്ലായിരുന്നു. 100% പെട്രോൾ ആകുമ്പോൾ ആ വിഷയമില്ല. 20%, 10% ആകുമ്പോൾ കുറച്ചുണ്ടായിരുന്നു. 20% ആയപ്പോൾ കൂടുതലായി. പിന്നെ കുറച്ച് ദിവസം വണ്ടി ഉപയോഗിക്കാതെ വെക്കുമ്പോൾ ആ കാർബറേറ്ററിന് ആ പെട്രോളിനകത്ത് ഈ എഥനോൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത് ഒരു പേസ്റ്റ് മാതിരി കാർബറേറ്ററിൻ്റെ ഈ ഫ്ലോട്ടിനകത്ത് അടിഞ്ഞു കൂടുന്നുണ്ട്. അത് പഴയ പെട്രോളിന് മാസങ്ങളോളം വെച്ചാലും ആ വിഷയം ഉണ്ടാവില്ലേ. ഇപ്പോൾ 2 ആഴ്ച അടുപ്പിച്ച് വെച്ചാൽ അത് ഈ കാർബറേറ്ററിൻ്റെ ഫ്ലോട്ട് വണ്ടി സ്റ്റാർട്ടാവില്ല. ഫ്ലോട്ട് അയച്ച് നോക്കിയാൽ അതിൻ്റെ അകത്ത് ഇതുണ്ടാവും. ഇനി അഥവാ വല്ല കാരണവശാലും പെട്രോൾ വെള്ളം കയറിപ്പോയാൽ ഈ വെള്ളം വേറെ തന്നെ ഈ പെട്രോളിൻ്റെ അകത്ത് ഇത് കലർന്നിട്ട് അത് മറ്റ് പെട്രോളും വെള്ളവും വേറെ വേറെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അതില്ല. ഇപ്പോൾ പെട്രോളും വെള്ളവും കൂടെ ലയിച്ചിട്ട് എഥനോളായിരിക്കും ലയിക്കേണ്ടാകുക. അതിങ്ങനെ ഒരു നെയ്യ് മാറി ഈ പെട്രോളിനകത്തോട് ഇങ്ങനെ ഒഴുകും. പെട്ടെന്ന് ഒരു ചെറിയൊരു ശതമാനം കയറിയാൽ മതി, വണ്ടി പിന്നെ സ്റ്റാർട്ടാവില്ല.